മുത്തുവിളിച്ച 24 വർഷം പഴക്കമുള്ള ഈ വീട്ടില് 2 വർഷത്തോളമായിട്ട് ഓടാത്ത KCB മീറ്ററും വെച്ചിട്ടാണ് KCB പറ്റിക്കുന്ന ഒരാളാണ് ഈ നിൽക്കുന്നത് അല്ലേ? ഈ മൈക്ക് കൂടെ വെച്ചോട്ടെ. നിങ്ങൾ എന്താ കൈ എന്തേരി പേരെന്തേരി? ഇബ്രാഹിം. നിങ്ങൾ എന്താണ് ഈ KCB പറ്റിക്കുന്നത് 2 വർഷമായിട്ട്? KCBക്ക് 5ന്റെ പൈസ ഞാൻ കൊടുക്കൂല. കാരണം ഞാൻ അവരുടെ അടുത്ത് നിന്ന് പൈസ ഇങ്ങോട്ട് വാങ്ങാനുള്ള പതിവ്. ശരിയാണ്. ഇതുപോലെയുള്ള സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്താൽ കറണ്ട് ബില്ല് 0 ആയിരിക്കും. ഈ വീട് കണ്ടോ, ഇതിന്റെ കൺസ്ട്രക്ഷൻ കഴിയുന്ന ടൈമിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതിൽ പിന്നെ കറണ്ട് ബില്ല് പേ ചെയ്യേണ്ട വന്നില്ലെന്ന് മാത്രമല്ല സർപ്ലസ് ഇലക്ട്രിസിറ്റി KCBക്ക് കൊടുക്കുന്നുമുണ്ട്. ഇനി റൂഫ് ടോപ്പിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയാം. സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ് എന്നിങ്ങനെ 3 സിസ്റ്റം ആണുള്ളത്. ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സോളാർ പാനലിൽ ജനറേറ്റ് ആവുന്ന DC കറണ്ടിനെ AC-യിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് വീട്ടാവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നു. ഇനി അതേപോലെ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ DC കറണ്ടിനെ AC-യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ബാക്കി സർപ്ലസ് ആയിട്ട് വരുന്നത് ഒരു നെറ്റ് മീറ്റർ ഉപയോഗിച്ച് KCB-യിലേക്ക് കൊടുക്കുന്നു. ഓൺ ഗ്രിഡ് സിസ്റ്റം KCB-യുടെ ഗ്രിഡിന് പാരലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് KCB-യുടെ ലൈനിൽ കറണ്ട് ഇല്ലെങ്കിൽ ഈ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് ഹൈബ്രിഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെയും ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് പറയാം. അതായത് KCB-യുടെ ലൈനിൽ കറണ്ട് ഇല്ല എങ്കിലും നമ്മുടെ സോളാർ പാനൽ വർക്ക് ചെയ്യുകയും അതിൽ സ്റ്റോർ ചെയ്യുന്ന കറണ്ട് വീട്ടാവശ്യത്തിന് യൂസ് ചെയ്യാനും ബാക്കി ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, സോളാർ പാനൽ വെക്കുമ്പോൾ മൈക്രോ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സ്ട്രിങ് ഇൻവെർട്ടറും മൈക്രോ ഇൻവെർട്ടറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. സ്ട്രിങ് ഇൻവെർട്ടർ നമുക്ക് ടോട്ടൽ പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്നാൽ മൈക്രോ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പാനലിലും എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല സ്ട്രിങ് ഇൻവെർട്ടേഴ്സിൽ ഒരു പാനൽ ഡാമേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സിസ്റ്റത്തെ അത് എഫക്റ്റ് ചെയ്യും. എന്നാൽ മൈക്രോ ഇൻവെർട്ടേഴ്സ് ഓരോ പാനലിലും സെപ്പറേറ്റ് ആയി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ടോട്ടൽ പ്രൊഡക്ഷനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഏത് പാനലാണ് ഡാമേജ് ആയതെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താനും കഴിയും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റം വിത്ത് മൈക്രോ ഇൻവെർട്ടേഴ്സ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് VRC റിന്യൂവബിൾ എനർജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു സോളാർ പാനൽ ആദ്യം അതിലേക്ക് ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഒരു എമൗണ്ട് ചിലവഴിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു 3-5 ഇയേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ മുടക്കിയ ആ ഒരു മുതൽ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ കോളർ പ്രൊഫൈലും മറക്കാതെ ഫോളോ ചെയ്യുക.